ഓണാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് തൃശൂരിൽ പുലിക്കളി ഇറങ്ങി. വർഷങ്ങൾക്ക് ശേഷം സ്വരാജ് റൗണ്ടിൽ 9 പുലിക്കളി സംഘങ്ങളാണ് എത്തിയത്. പാലപ്പള്ളി നാടാംപാടത്ത് പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. നടാംപാടം വൈദ്യൻ വാപ്പുട്ടിയുടെ പശുക്കുട്ടിയെയാണ് പുലി പിടിച്ചത്. കുഴൂർ വാതിക സാംസ്കാരിക വേദി സംഘടിപ്പിക്കുന്ന 9ാം നാടകരാവിന് തിരശ്ശീല ഉയർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ഓണാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് തൃശൂരിൽ പുലികൾ ഇറങ്ങി. പൂരനഗരിയിലേക്ക് ഇന്ന് എഴുന്നള്ളിയെത്തിയത് പുലിക്കൂട്ടങ്ങളാണ്. പാണ്ടിയും പഞ്ചാരിയും പഞ്ചവാദ്യവും കേട്ട് ലഹരി പിടിച്ച തൃശൂരിന്റെ രാജവീതികളിൽ ഇന്ന് പുലിക്കൊട്ടിന്റെ ചടുലതാളം. പുലിക്കൊട്ടും പനം തേങ്ങി എന്ന താളത്തിൽ ജനാവലി ആടിത്തിമർത്തു. നഗരം അക്ഷരാർത്ഥത്തിൽ പുലികൾ കീഴടക്കി. വർഷങ്ങൾക്ക് ശേഷം സ്വരാജ് റൗണ്ടിൽ 9 പുലിക്കളി സംഘങ്ങളാണ് എത്തിയത്. 9 സംഘങ്ങളിലായി 459 പുലികൾ സ്വരാജ് റൗണ്ടിൽ ഇറങ്ങി. വടക്കുംനാഥന്റെ തെക്കേ ഗോപുരനടയിൽ മേയർ MK വർഗീസും മന്ത്രിമാരും MLAയും ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തതോടെ പുലിച്ചുവടിന്റെ രൗദ്രഭംഗിയിലമർന്നു നഗരം. വർഷങ്ങൾക്കുശേഷം 9 ടീമുകൾ എത്തിയ പുലിക്കളിയായിരുന്നു ഇത്തവണത്തേത്. പാരമ്പര്യത്തനിമയിൽ നടുവിലാൽ ഗണപതിക്ക് മുന്നിൽ തേങ്ങയടിച്ച് പുലിക്കൂട്ടം ഉറഞ്ഞു. പുലിത്താളത്തിൽ ലയിച്ച് കാഴ്ചക്കാരും സ്വയം മറന്ന് ചുവടുവച്ചു. അരമണിയിളക്കി കുടവയർ കുലുക്കി തടിയൻ പുലികളും അവർക്കൊപ്പം പെൺപുലികളും കുട്ടിപ്പുലികളും സ്വരാജ് റൗണ്ടിൽ നൃത്തച്ചുവടുമായി നീങ്ങി. തൃശൂർ പൂരം കഴിഞ്ഞാൽ ഏറ്റവും അധികം ജനങ്ങൾ ഒഴുകിയെത്തുന്ന ദിവസമാണ് നാലോണനാൾ. വെളിയന്നൂർ, കുട്ടൻകുളങ്ങര, ശങ്കരൻകുളങ്ങര, അയ്യന്തോൾ, ചക്കാമുക്ക്, സീതാറാമിൽ, നായ്ക്കനാൽ, പാട്ടുരാക്കൽ ദേശങ്ങളും യുവജന സംഘം VU ടീമുകളുമാണ് ഇക്കുറി പങ്കെടുത്തത്. ഒരു ടീമിൽ 50 പുലികളും 2 ടാബ്ലോകളും എന്ന കണക്കിലായിരുന്നു സംഘങ്ങൾ. വരയൻ പുലികളും പുള്ളിപ്പുലികളും ഫ്ലൂറസന്റ് പുലികളും കൂടാതെ ടാബ്ലോകളുടെ വൈവിധ്യവും ശ്രദ്ധേയമായി. ചരിത്രത്തിലാദ്യമായി ഡിജിറ്റൽ പുലിവണ്ടിയും പ്രത്യേകതയായി. ഡിജിറ്റൽ 3D പുലിവണ്ടി അവതാർ സിനിമയെ ആസ്പദമാക്കിയാണ് ഒരുക്കിയത്. മീഡിയ ടൈം, തൃശൂർ. പാലപ്പള്ളി നാടാംപാടത്ത് പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. നടാംപാടം വൈദ്യൻ വാപ്പുട്ടിയുടെ പശുക്കുട്ടിയെയാണ് പുലി പിടിച്ചത്. വാപ്പുട്ടി പുലിയെ കണ്ടതായും പറയുന്നു. വനാതിർത്തിയോട് ചേർന്നുള്ള ജനവാസ മേഖലകളിൽ ഈയിടെ പലതവണയായി പുലിയിറങ്ങുന്നത് ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. പുലി ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ കൂട് സ്ഥാപിച്ച് പുലിയെ പിടികൂടണമെന്ന് മലയോര കർഷക സമിതി ആവശ്യപ്പെട്ടു. തിങ്കളാഴ്ച പുലർച്ചെ കുണ്ടായി ചക്കിപ്പറമ്പ് പാടിക്ക് സമീപം 2 ആനകൾ ഇറങ്ങി വാഴകളും നശിപ്പിച്ചു. വലിയകത്ത് കബീർ, കൊല്ലേരി കുഞ്ഞിപ്പ എന്നിവരുടെ വാഴകളാണ് നശിപ്പിച്ചത്. കുഴൂർ വാതിക സാംസ്കാരിക വേദി സംഘടിപ്പിക്കുന്ന 9ാം നാടകരാവിന് തിരശ്ശീല ഉയർന്നു. കുഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ ഉദ്ഘാടനം നിർവഹിച്ചു. നാടകാസ്വാദനം മാത്രമല്ല, വാതികയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒട്ടനവധി ചാരിറ്റി പ്രവർത്തനങ്ങളും അതുപോലെ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സഹായവും അതുപോലെ തന്നെ അവരെ ആദരിക്കലും ഒട്ടനവധി വേറിട്ട പ്രവർത്തനങ്ങളിലൂടെ ജനഹൃദയങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന നമ്മുടെ വാതിക സാംസ്കാരിക വേദി നമ്മുടെ പുഷ്പയുടെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ നേതൃത്വം കൊടുക്കുന്നുകൊണ്ട് നല്ല നടന്നു പോകുന്നു. നമുക്ക് എല്ലാവർക്കും പറയാം, നാട്ടിലെ ഒരു സാംസ്കാരിക സംഘടന ഉണ്ടാക്കുന്നതിൻ്റെ തലമാണ്. പണ്ടൊക്കെ ഒരു മീറ്റിംഗ് വിളിച്ചാൽ ഒട്ടനവധി പേരുണ്ടായിരുന്നു. ഇന്ന് മീറ്റിംഗ് വിളിച്ചാൽ ഓണം തയ്ക്കാൻ തന്നെ കഷ്ടപ്പെടുന്ന കാലഘട്ടത്തിൽ ഇത്തരത്തിൽ ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് നാടൊന്നടങ്കം ഈ വേദിയിലേക്ക് ക്ഷണിച്ച് വരുത്തിക്കൊണ്ട് നാടകം ആസ്വദിക്കുന്നതിനും ഒട്ടനവധി കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിനും ശ്രീ വാതികയുടെ നേതൃത്വത്തിൽ പുഷ്പചിയാൻ സാധിക്കുന്നുണ്ട്.
വാതിക പ്രസിഡന്റ് TS പുഷ്പൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ റിൻസി ഷൈജൻ, PS സന്തോഷ് കുമാർ, PS ശിവൻ, ജോയ് വാഴപ്പള്ളി, KV പ്രദീപ് എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രൊഫഷണൽ നാടക സമിതികളുടെ 7 നാടകങ്ങളാണ് അവതരിപ്പിക്കുന്നത്. നാടകത്തിനൊപ്പം പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട രോഗികൾക്ക് ചികിത്സാ സഹായ വിതരണം നടക്കും. സെപ്റ്റംബർ 13 വരെയാണ് നാടകരാവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. നാടകരാവിന്റെ സമാപന സമ്മേളനം സെപ്റ്റംബർ 13 വൈകിട്ട് 4 മണിക്ക് മന്ത്രി ആർ ബിന്ദു നിർവഹിക്കും. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. പട്ടേപ്പാടം ജില്ലാ കൃഷിവകുപ്പിന്റെ കർഷകമിത്ര പുരസ്കാരം നേടിയ അംബുജാക്ഷൻ മുത്തിരിപ്പറമ്പലിനെ സംസ്കാര സാഹിതി വേളൂക്കര മണ്ഡലം കമ്മിറ്റി ആദരിച്ചു. DCC ജനറൽ സെക്രട്ടറിയും സംസ്കാര സാഹിതി ജില്ലാ കമ്മിറ്റി അംഗവുമായ സോണിയഗിരി ഉദ്ഘാടനം ചെയ്തു. വേളൂക്കര മണ്ഡലം പ്രസിഡന്റ് ശ്രീകുമാർ ചക്കമ്പത്ത് അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം ചെയർമാൻ അരുൺ ഗാന്ധിഗ്രാം എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, ആദൂർ കവിതകൾ എന്നീ പുസ്തകങ്ങൾ പുരസ്കാര ജേതാവിന് സമ്മാനിച്ചു. നിയോജക മണ്ഡലം സെക്രട്ടറി സദറു പട്ടേപ്പാടം, മണ്ഡലം കൺവീനർ ഷംല ഷാനവാസ്, സെക്രട്ടറി സുനിലത്ത് ഫിറോസ്, ഫെഡറിക്, ഹൗസ ജലാൽ, റാഫി മുശേരിപ്പറമ്പിൽ, കിക്കിലി ഫ്രെഡറിക് എന്നിവർ സംസാരിച്ചു. കേരള സർവീസ് പെൻഷനേഴ്സ് ലീഗ് ഓണം സാന്ത്വനം പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ പ്രമുഖ ദളിത് ആക്ടിവിസ്റ്റും സർവീസ് പെൻഷനേഴ്സ് ലീഗ് ജില്ലാ നിർവാഹക സമിതി അംഗവുമായ PV സജീവ് കുമാറിനെ ഓണ ഉപഹാരം നൽകി ആദരിച്ചു. ദേശീയ അധ്യാപക അവാർഡ് ജേതാവും KSPL തൃശൂർ ജില്ലാ പ്രസിഡന്റുമായ PS സീതി PV സജീവ് കുമാറിന് ഓണം ഉപഹാരം നൽകി. യൂസഫ് പടിയത്ത്, PA ഫസീലത്ത്, TS സിദ്ദിഖ്, C സുൽത്താൻ ബാബു, റഫീഖ് കളമ്പോട്ട്, ഉമ്മർ മുള്ളൂർക്കര എന്നിവർ സംസാരിച്ചു. പാലരുവി എക്സ്പ്രസിന് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ശ്രദ്ധ ക്ഷണിക്കൽ സമരം സംഘടിപ്പിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് പോളി ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ കൗൺസിലർ VJ ജോജി അധ്യക്ഷനായി. പോളി റാഫേൽ, പോൾ T കുര്യൻ, PK ശങ്കർദാസ്, നിക്സൺ പുഴുത്താസ്, AS ശ്യാം, കൗൺസിലർ TD എലിസബത്ത്, ശശി പെരിഞ്ഞാത്ര എന്നിവർ സംസാരിച്ചു. മാള തൻകുളം ഗ്രാമകൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ കായിക മത്സരങ്ങൾ, പ്രാദേശിക ടീമുകളുടെ വടംവലി മത്സരം, കൈകൊട്ടിക്കളി, പൂക്കള മത്സരം, സമ്മാനദാനം എന്നിവ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. ആളൂർ പൊരുന്നുകുന്ന് തിരുവോണം പുരുഷ സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഒന്നിച്ചോണം നല്ലോണം എന്ന പേരിൽ നടത്തിയ ഓണാഘോഷത്തിൽ ആൽബർട്ട് ആന്റണി അധ്യക്ഷത വഹിച്ചു. ലെനീഷ് ഭരതൻ, ഹരീഷ് എന്നിവർ സംസാരിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി സാംസ്കാരിക ഘോഷയാത്ര, വിവിധ കലാകായിക മത്സരങ്ങൾ എന്നിവ നടന്നു. ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിലെ പരിശുദ്ധ കനകാമറിയത്തിന്റെ പിറവി തിരുനാൾ ആഘോഷം ഭക്തിസാന്ദ്രമായി. ദിവ്യബലിക്ക് ശേഷം വികാരി ഫാദർ വർഗീസ് പാത്താടൻ ജന്മദിന കേക്ക് മുറിച്ചു. തുടർന്ന് കോട്ടപ്പുറം രൂപത ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ നേർച്ച ഊട്ട് വെഞ്ചരിച്ചു. തിരുനാൾ ദിവ്യബലിക്ക് രൂപത ബിഷപ്പ് പോളി കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നേർച്ച സദ്യയിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ജപമാലയുടെ ആകൃതിയിൽ 8000-ൽ പരം കപ്പ് കേക്കുകളാണ് ഒരുക്കിയിരുന്നത്. മുസിരിസ് പൈതൃക പദ്ധതി, മതിലകം ഗ്രാമപഞ്ചായത്ത്, പൈതൃകം കലാകായിക സാംസ്കാരിക കൂട്ടായ്മ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. മതിലകം ബംഗ്ലാവ് കടവിൽ നടന്ന ഓണാഘോഷം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷത വഹിച്ചു. മുസിരിസ് MD ഷാരോൺ വീട്ടിൽ മുഖ്യാതിഥിയായിരുന്നു. മതിലകം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS രാജു, പാപ്പിനിവട്ടം സർവീസ് സഹകരണ ബാങ്ക് ബോർഡ് മെമ്പർ NK സുരേഷ്, ക്ലബ്ബ് കൺവീനർ അനിൽകുമാർ, പ്രസിഡന്റ് സുബിൻ കുമാർ, സെക്രട്ടറി ഷമീർ എന്നിവർ സംസാരിച്ചു. ഓണാഘോഷത്തിന്റെ ഭാഗമായി വിവിധ മത്സരങ്ങൾ നടന്നു. പഞ്ചായത്ത് അംഗം OA ജനറൽ സമ്മാനദാനം നിർവഹിച്ചു. കൊടകര ഏകലവ്യ കലാകായിക സമിതിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. കൊടകര ഗാന്ധിനഗർ വഴിയിടം വഴിയോര വിശ്രമം കേന്ദ്രത്തിൽ നടത്തിയ ഓണാഘോഷം MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. തോമസ് ഫ്രാങ്ക്ലിൻ USA മുഖ്യാതിഥിയായിരുന്നു. ഏകലവ്യ കലാകായിക സമിതി പ്രസിഡന്റ് TC ഷജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി TG അജോ, ജീവൻ TV എക്സിക്യൂട്ടീവ് എഡിറ്റർ PJ ആന്റണി, കൊടകര പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശ്ശേരി, ടോമി കളിയത്ത് പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ നിർധനർക്ക് പച്ചക്കറി പലവ്യഞ്ജനങ്ങൾ അടങ്ങിയ ഓണക്കിറ്റുകളുടെ വിതരണവും MLA നിർവഹിച്ചു. തുടർന്ന് കൊച്ചിൻ സ്റ്റാർ ബീറ്റ്സ് അവതരിപ്പിച്ച
ചാക്യാരും ചാലക്കുടിക്കാരും എന്ന മെഗാ ഷോ ഉണ്ടായിരുന്നു. പുല്ലൂറ്റ് തയ്യബ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. തയ്യബിൽ നടന്ന ഓണാഘോഷ പരിപാടി VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ജിതിൻ TR അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ നിഖിൽ കോതായിൽ വിശിഷ്ടാതിഥികളായിരുന്നു. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് സതീഷ് K. കുന്നത്, എഴുത്തുകാരൻ കലാഭവൻ മണികണ്ഠൻ, വാർഡ് കൗൺസിലർ C. നന്ദകുമാർ എന്നിവർ സംസാരിച്ചു. പൂക്കള മത്സരം, കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ, വടംവലി മത്സരം, ഓണക്കളി, കൈകൊട്ടിക്കളി എന്നിവയും ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഓണാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് തൃശൂരിൽ പുലിക്കളി ഇറങ്ങി. വർഷങ്ങൾക്ക് ശേഷം സ്വരാജ് റൗണ്ടിൽ 9 പുലിക്കളി സംഘങ്ങളാണ് എത്തിയത്. പാലപ്പള്ളി നാടാംപാടത്ത് പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. നടാംപാടം വൈദ്യൻ വാപ്പുട്ടിയുടെ പശുക്കുട്ടിയെയാണ് പുലി പിടിച്ചത്. കുഴൂർ വാതിക സാംസ്കാരിക വേദി സംഘടിപ്പിക്കുന്ന 9ാം നാടകരാവിന് തിരശ്ശീല ഉയർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.